വെരി സർപ്രൈസ്ഡ്. എന്താ വെച്ചാല് ഞാൻ 16 years ആയി ഭവൻസിന്റെ കൂടെ. മേ ബി ഇപ്പത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സീനിയർ ടീച്ചർ ഞാനായിരിക്കും. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിന്റെ കൂടി ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ഫ്രം 4th സ്റ്റാൻഡേർഡ്. പിന്നെയാണ് ഞാൻ 12th ഒരു ക്ലാസ് ടീച്ചറായിട്ട് 10-12 കൊല്ലമായി. ഞാൻ എപ്പോഴും ടൂറ് പോകുമ്പോൾ കാണുന്നത് കുറച്ചൊരു മിഡിൽ ഏജ് ക്രൂ മെമ്പേഴ്സും ആൾക്കാരുമാണ്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും യങ്സ്റ്റേഴ്സ്, അതായത് അപ്പൊ ഞാൻ വിചാരിക്കുക എന്തൊക്കെ ജോലി സാധ്യതകളാണ്. ബിക്കോസ് ഐ എം എ കോമേഴ്സ് ടീച്ചർ. അപ്പൊ ഞാൻ കേട്ടു അഭിരാം പറയുന്നത് ഗേൾസിനോട്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, 6 വർഷം ഞാൻ അവിടെ എവിടെയോ, ഐ കുഡന്റ് ഹിയർ, 6 വർഷം ഞാൻ എവിടെയോ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പം ഐ വാസ് തിങ്കിങ്, see he is well educated and see the what startup these people have done. അപ്പം എത്രയോ ജോലി സാധ്യതകൾ, അത് എത്ര ബ്യൂട്ടിഫുള്ളി അവർ ചെയ്തു. ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു. അവരുടെ നമ്മള് എടുക്കേണ്ട ഒരു ലെസൺ ഇതാണ്, ബീങ് യങ്സ്റ്റേഴ്സ്, ഹൗ റെസ്പോൺസിബിൾ ദേ ആർ. റൈറ്റ് ഫ്രം അഭിരാമായിട്ട് എനിക്കൊരു ഈ ട്രിപ്പിന്റെ 3 ദിവസം മുന്നെയാണ് ഞാൻ അഭിരാമായിട്ട് സംസാരിക്കുന്നത്. ദ വേ വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു ശബ്ദത്തിൽ പോലും ഒരു ടോണിൽ പോലും മാറ്റം ഉണ്ടായിട്ടില്ല. സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും മാം അത് ശരിയാ, ഓക്കെ ഓക്കെ, എല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഹംബിൾ ആയിട്ട് ചെയ്യും. ദാറ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, അതായത് നമ്മള് അവിടെ പറഞ്ഞ സമയത്ത് 3:45 ആയിരുന്നു. 3:45 കറക്റ്റ് ഞാൻ ബാക്കിൽ എന്റെ കാറുണ്ടായിരുന്നു. 3:45 കറക്റ്റ് ഒരു ഗേറ്റ് കടന്നു. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ. കറക്റ്റ് ടൈം 2 ബസ് എത്തി. അപ്പൊ ഞാൻ തലേ ദിവസം പറഞ്ഞിട്ടായിരുന്നു ആ ബസ്സസ് നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ അവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവര് ഫസ്റ്റ് ഞാൻ കണ്ടത് നമ്മളെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ അഭിരാം പറഞ്ഞു ബസ് അത് ചെയ്യും. അപ്പൊ അവിടെ തന്നെ എനിക്കൊരു ഇംപ്രഷൻ കിട്ടി. എന്ത് പറയുന്നു അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കാര്യങ്ങൾ ചെയ്യുന്നു. That is what you mean youngsters, you have to learn from them. പിന്നെ നമ്മളെ യാത്ര തുടങ്ങി. We didn't have any issues, right? By God's grace നമുക്ക് നമ്മളെ യാത്രയും നിങ്ങൾ വിചാരിക്കുന്ന പാട്ടുകളും നിങ്ങൾ എത്രയോ തവണ അവിടെ പോയിട്ട് തട്ടും, പാട്ടിടും, പാട്ട് മാറ്റും, പാട്ടിടും. പക്ഷെ ഞാൻ സാധാരണ കാണുന്നത് എന്താ വെച്ചാൽ കുറെ കഴിഞ്ഞാൽ അവര് ഇറിറ്റേറ്റഡ് ആവും. ഹാവ് യു എവർ സീൻ ദം ഗ്രംബ്ലിംഗ് ഫേസസ്? ഒരിക്കലും ഇല്ല. സോ ദാറ്റ് വാസ് എ വെരി പോസിറ്റീവ് തിങ്. ഞങ്ങൾ ഇവിടെ തന്നെ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഞങ്ങൾക്കത് കാണുന്നുണ്ടായിരുന്നു. സോ എവറി ടൈം ആ ഒരു പൊളൈറ്റ്നെസ് വെച്ചിട്ടാണ് അവര് ഇതുവരെ ടിൽ നൗ അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്ന പാട്ടും നിങ്ങൾ ഫോണിൽ നിന്നാണ് ചെയ്യുന്നെങ്കിലും അവരത് നിങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. Likewise, the food, accommodation. I don't think you had any problem regarding accommodation. ഉണ്ടായിരുന്നോ? ഇല്ല. And the